രാജു ഇങ്ങനെ ഒരു ആക്രമണത്തെ കുറിച്ച് ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. രാജു പറയില്ലല്ലോ, അതാണ് അയാളുടെ മഹത്വം. കുടുംബ ബന്ധങ്ങൾ ഉലയരുതെന്ന് രാജുവിന് നിർബന്ധമുണ്ട്. കേസെടുത്തത് രാജുവിന്റെയോ രതികയുടെയോ പരാതിയിലല്ല, മറ്റൊരാൾ നൽകിയ പരാതിയിലാണ്. കേസോ? എനിക്കൊന്നും മനസ്സിലായില്ല. പറയാം സർ. ഈ ഗുണ്ടാ ആക്രമണം ഒരു കൊട്ടേഷനാണ്. ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഗൂഢാലോചനയോ? അതെ സർ. ഈ ഗൂഢാലോചനയുടെ പിന്നിൽ അംബിക വർമ്മയാണെന്നാണ് പരാതി. ഞാനോ? ഞാനൊരു ഗൂഢാലോചനയും നടത്തിയിട്ടില്ല. ഞാൻ മനസാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളാ നിങ്ങൾ ഈ പറയുന്നേ. സോറി മാഡം, നിങ്ങളെ ഞങ്ങൾക്ക് ചോദ്യം ചെയ്തേ പറ്റൂ. ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യം എന്താ? ചെയ്യാത്ത കുറ്റമാണോ ചെയ്ത കുറ്റമാണോ എന്ന് ചോദ്യം ചെയ്യലിനും അന്വേഷണത്തിനും ശേഷം തീരുമാനിക്കാം. ഞങ്ങളോട് സഹകരിച്ചേ പറ്റൂ. അംബിക വർമ്മയുടെ പേരിൽ അറസ്റ്റ് വാറന്റ് ഉണ്ട്. മാഡം, ഞാൻ അംബിക മാഡത്തിന്റെ പേരില് കംപ്ലൈന്റ് ഒന്നും നൽകിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, രാജുവിന്റെ കംപ്ലൈന്റിലല്ല കേസെടുത്തതെന്ന്. പിന്നെ ആരാ പരാതിക്കാരി? ഒരു പത്മാവതി വർമ്മ. പത്മാവതി വർമ്മയെ സാർ അറിയും. സാറിനേക്കാൾ നന്നായി അംബിക വർമ്മയെ അവരെ അറിയും. പത്മാവതി വർമ്മ അവൾ ജീവിച്ചിരിക്കുന്നു അറിഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം അവൾ തിരിച്ചു വന്നിരിക്കുന്നത് എന്റെ ചേച്ചി എന്തെങ്കിലും ചെയ്തേക്കാമെന്ന് കരുതിയാണെങ്കിൽ അവൾക്ക് തെറ്റി.